ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇന്ന് വെളുപ്പിന് 1:30 നടന്ന ഫിഫ വേൾഡ് കപ്പ് കളി കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് 1:30 നടന്ന കളിയാണ് ബ്രസീൽ വേഴ്സസ് നോർവേ. സത്യം പറഞ്ഞാൽ അർജൻറ്റീന ഫാൻസിനും പോർച്ചുഗൽ ഫാൻസിനും അതുപോലെ തന്നെ മറ്റ് ഫുട്ബോൾ ഫാൻസിനൊക്കെ ഒരു ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കളിയിൽ ബ്രസീൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. 1-2 ബ്രസീൽ പരാജയപ്പെട്ടു. നോർവേ ബ്രസീലും തമ്മിൽ കളിച്ചതിൽ ഇതുവരെയും ബ്രസീൽ പരാജയപ്പെട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ബ്രസീൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ദയനീയമായിട്ട്. കാരണം ഫിഫ വേൾഡ് കപ്പിലെ രാജാക്കന്മാരാണ്, സുൽത്താൻമാരാണ് ബ്രസീൽ. 5 തവണയാണ് ബ്രസീൽ ഫിഫ വേൾഡ് കപ്പ് കൊണ്ടുവരുന്നത്. വലിയൊരു അഹങ്കാരം ഉള്ളൊരു ടീം തന്നെയാണ് ബ്രസീലും അതുപോലെ തന്നെ നെയ്മറിന്. ഒരുപാട് ഇപ്പം അർജൻറ്റീന ഫാൻസിനാണെങ്കിലും പോർച്ചുഗൽ ഫാൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഫാൻസിനാണെങ്കിലും അവർക്ക് ഒരു ഇതുണ്ട്, ഒരു പരാതിയുള്ളത് ബ്രസീലിൻ്റെ അഹങ്കാരത്തെ പറ്റി, നെയ്മറിൻ്റെ അഹങ്കാരത്തെ പറ്റിയാണ്. ഇന്നത്തെ ആ കളിയോടെ ബ്രസീലിൻ്റെ അഹങ്കാരം, നെയ്മറിൻ്റെ അഹങ്കാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ 2026 ഫിഫ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടറിൽ പോലും കയറാൻ പറ്റാതെ ബ്രസീൽ പുറത്തായിരിക്കുകയാണ്. 2-1 ബ്രസീൽ കളി വിട്ടു. ബ്രസീൽ ടീമിൻ്റെയും അതുപോലെ തന്നെ നെയ്മറിൻ്റെയും അഹങ്കാരം ഹലാൻഡ് അവസാനിപ്പിച്ചു. കുറച്ച് ഒതുങ്ങണം എന്ന്, അഹങ്കാരം കാണിക്കരുത്, കുറച്ച് എളിമ കാണിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഹലാൻഡ്. ഇന്ന് നടന്ന കളിയിൽ ബ്രസീലിന് ഒരുപാട് അവസരം കിട്ടിയായിരുന്നു. പെനാൽറ്റി ഷൂട്ട് കിട്ടിയായിരുന്നു, അത് പാഴാക്കി കളഞ്ഞു. അതുപോലെ തന്നെ ഗോളടിക്കാനായിട്ടുള്ള അവസരങ്ങൾ പലതും കിട്ടിയിട്ട് ബ്രസീൽ ഗോൾ പോസ്റ്റിലൊന്നും പോയില്ല. അതൊരു വിധിയാണ്, നിമിത്തമാണ്. കാരണം ഇന്ന് ബ്രസീൽ പരാജയപ്പെട്ട് ഒരു ചരിത്രം എഴുതണം. നോർവേ പോലൊരു രാജ്യത്തിന് മുമ്പിൽ ബ്രസീൽ പരാജയപ്പെട്ടുന്ന ഒരു ചരിത്രം ഉണ്ടാകണം എന്നതാണ് സത്യം. ആദ്യത്തെ 5-ാമത്തെ മിനിറ്റിൽ നോർവേ ഒരു ഗോൾ അടിച്ചായിരുന്നു. പക്ഷെ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് അത് പോയി. പിന്നെ പലതും ശ്രമിച്ചായിരുന്നു. ഇപ്പം ഹലാൻഡ് ശ്രമിച്ച്, അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിന് ഒരു പെനാൽറ്റി കിട്ടി, അത് പോയി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒന്നും നടക്കാതെ 2 ടീമും സമനിലയിലെത്തി. സെക്കൻഡ് ഹാഫ് ആയിരുന്നു. 79-ാമത്തെ മിനിറ്റിലാണ് ഹലാൻഡ് ആദ്യ ഗോൾ. ആ ഗോള് കിട്ടിയപ്പോൾ നോർവേ ആരാധകരുടെ സന്തോഷം കാണുമായിരുന്നു. കാരണം ഒരു വൈകാരിക നിമിഷമായിരുന്നു അവിടെ ഉണ്ടായത്. ബ്രസീലിൻ്റെ ആരാധകരും ബ്രസീൽ കളിക്കാരും എല്ലാവരും തലയ്ക്ക് കൈകൊടുത്ത് നിൽക്കാറാണ്. കാരണം ഒരു നാശമാണ് തങ്ങൾക്കിനി ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് ബോധ്യമായി. പിന്നെ രണ്ടാമത്തെ ഗോൾ വന്നത് 89-ാമത്തെ മിനിറ്റിലാണ്. അതും ഹലാൻഡ് തന്നെയാണ് അടിച്ചത്. അതോടെ ബ്രസീൽ തകർന്ന് തരിപ്പണമായിപ്പോയി, ഇല്ലാതായിപ്പോയി ആ നിമിഷം ആ ഗ്രൗണ്ടിൽ. പിന്നെ 96-ാമത്തെ മിനിറ്റിലാണ് ഒരു പെനാൽറ്റി കിട്ടിയത് നെയ്മറിന്. നോർവേയിൽ നിന്നൊരു ഫൗൾ വന്നു. പക്ഷേ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം 2 കൂട്ടരും തമ്മിൽ വഴക്കായിരുന്നു. അങ്ങനെ നെയ്മറിന് യെല്ലോ കാർഡ് കൊടുത്ത്, അങ്ങനെ നെയ്മർ ആ ഒരു പെനാൽറ്റി അടിച്ച് ഒരു 1-2 പിന്നെ തൊട്ടടുത്ത നിമിഷം ലോങ് വിസിൽ മുഴങ്ങി. അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് പ്രീ ക്വാർട്ടർ പോലും കാണാൻ സാധിക്കാതെ ബ്രസീൽ പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ വേറൊരു കാര്യം
ആ സ്റ്റേഡിയത്തിൽ, മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ സംഭവിച്ച് നെയ്മർ വേൾഡ് കപ്പിൽ നിന്നും വിരമിക്കുകയാണ്, ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുകയാണ്. മെറ്റ് ലൈഫിൽ തുടങ്ങിയ നെയ്മറിൻ്റെ കളി അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. എന്താണ്, ഭയങ്കര കരച്ചിലായിരുന്നു നെയ്മർ. കാരണം വെച്ചാൽ 90-കൾ തൊട്ട് അവർക്ക് പിന്നെ കപ്പൊന്നും അടിക്കാൻ സാധിച്ചില്ല. 2002 നോക്കുമ്പോൾ ബ്രസീൽ ഫൈനലിൽ പോലും വന്നിട്ടില്ല. വന്നത് എന്ന് പറഞ്ഞാൽ 2014 സെമി ഫൈനലിൽ വന്നു. 2002 തൊട്ട് നോക്കുമ്പോൾ ബ്രസീൽ ഒരു ഫൈനൽ പോലും കളിച്ചിട്ടില്ല. 90 തൊട്ട് ഇങ്ങനെയൊരു പുറത്താകൽ അവർക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സെമി ഫൈനൽ വരും, അല്ലെങ്കിൽ ക്വാർട്ടറിലൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ക്വാർട്ടർ ഫൈനൽ പോലും കാണാൻ പറ്റാതെ, പ്രീ ക്വാർട്ടർ പോലും കാണാൻ പറ്റാതെ പുറത്താകുന്നത് ആദ്യമായിട്ടാണ്. ഒരു ചരിത്രം എഴുതുന്ന ഒരു നിമിഷമാണ് ഫുട്ബോളിൽ. പക്ഷേ എന്നാലും ബ്രസീൽ ആരാധകർക്ക് വലിയ വിഷമമാണ്. കാരണം അവർക്ക് വലിയൊരു നാണക്കേടായി. പക്ഷേ അർജന്റീന ഫാൻസിനും അതുപോലെ തന്നെ ജർമ്മൻ ഫാൻസിനും പോർച്ചുഗൽ ഫാൻസിനും മറ്റ് ഫ്രാൻസിനൊക്കെ ആണെങ്കിൽ അവർ വലിയ സന്തോഷത്തിലാണ്. ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് കണ്ടപ്പം അവരെല്ലാവരും വലിയ ആഘോഷത്തിലാണ്. ചെറിയൊരു വിഷമമുണ്ട് ബ്രസീൽ കുട്ടികൾ. പക്ഷേ ബ്രസീലിൻ്റെ അഹങ്കാരം കുറഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ട്. ഹലാൻഡ് അത് ഒതുക്കി കൊടുത്ത്. അപ്പോൾ ഇനി നെയ്മർ 2030 ഫിഫ വേൾഡ് കപ്പ് കളിക്കത്തില്ല. അതുപോലെ തന്നെ ഇത് മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പാണ്. ഇനി പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ചാൽ റൊണാൾഡോയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ബ്രസീൽ പുറത്തായുണ്ട്. ഈ വർഷമെങ്കിലും പോർച്ചുഗൽ ഒരു കപ്പെങ്കിലും നേടും എന്നുള്ളൊരു പ്രതീക്ഷ റൊണാൾഡോ വെക്കുന്നുണ്ട്. അപ്പോൾ ബ്രസീലിൻ്റെ ആ ഒരു പരാജയം ബ്രസീൽ രാജ്യത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ്, വലിയ സങ്കടമാണ്. പക്ഷെ മറ്റ് ആരാധകരെ നോക്കുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ ബ്രസീലിൻ്റെ അഹങ്കാരം കുറയണം. അപ്പോൾ ഇനിയും ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഈ ഫിഫ വേൾഡ് കപ്പിൽ സംഭവിക്കും. അതെല്ലാം കാണാൻ നമുക്ക് ഇനി ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ദിവസം കാണാം.